ഗുണമേന്മയിലും വിലക്കുറവിലും ഒന്നാമതായ മൂലൻസ് ഗ്രൂപ്പിന്റെ ഫാമിലി മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ഇനി പറവൂരിലും. ഓഗസ്റ്റ് 22-ന് പറവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിക്കുമെന്ന് ചെയർമാൻ ജോസ് മൂലൻസും മാനേജിംഗ് ഡയറക്ടർ സജു മൂലൻസും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 40 വർഷം പിന്നിടുന്ന മൂലൻസ് ഫാമിലി ഗ്രൂപ്പിന്റെ 10ാമത്തെ ഷോറൂമാണ് പറവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്കമാലി കേന്ദ്രമായ മൂലൻസ് ഗ്രൂപ്പിന്റെ മൂലൻസ് ഫാമിലി മാർട്ട് ഹൈപ്പർ മാർക്കറ്റാണ് പറവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജൂലൈ 22-ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 40 വർഷം പിന്നിടുന്ന ഫാമിലി ഗ്രൂപ്പിന്റെ 10ാമത്തെ ഷോറൂമാണ് പറവൂരിലേത്. സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതടക്കം ഉറവിടങ്ങളിൽ നിന്ന് സംഭരിച്ച് സ്വന്തമായി സംസ്കരിച്ചെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റ് ഉൽപ്പന്നങ്ങളും ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ വിലക്കുറവിൽ നൽകാനാവുന്നതാണ് തങ്ങളുടെ പ്രത്യേകതയെന്ന് ചെയർമാൻ ജോസ് മൂലൻസ്, മാനേജിംഗ് ഡയറക്ടർ സാജു മൂലൻസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏകദേശം 40 വർഷത്തോളമായി നമ്മൾ ഈ മൂലൻസ് ഗ്രൂപ്പ് ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് മെയിനായിട്ടുള്ളത് നമുക്ക് മാനുഫാക്ചറിംഗ് ആണ്. കറി പൗഡേഴ്സ്, പിക്കിൾസ്, ഇന്ത്യൻ പ്രോഡക്ട്സ് ആണ് മാനുഫാക്ചറിംഗ് മെയിനായിട്ട്. പ്രൊക്യൂർമെന്റ് തുടങ്ങി കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്നത് വരെ ത്രൂ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ മാനുഫാക്ചേഴ്സ് ആണ്, പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ റീറ്റെയിൽ ഡിവിഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഡിവിഷനാണ് കൂടുതലും റീറ്റെയിൽ ഡിവിഷൻ ചെയ്യുന്നത് കേരളത്തിലാണ്. പുറത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വരെ, അതായത് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ വരെ ഞങ്ങളിപ്പം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് സെല്ലിങ് ചെയ്തിരിക്കുന്നതാണ്. ചേട്ടൻ പറഞ്ഞ് സൗദി, ഖത്തർ, ഒമാൻ, ഇത് 3 രാജ്യങ്ങളിലുമാണ് ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നത്. ഇവിടെയും ചെറിയൊരു പർച്ചേസ് കൂപ്പൺ, ഫ്രീ പർച്ചേസ് കൂപ്പൺ ഇവിടെ ചുറ്റുവട്ടത്ത് അത്യാവശ്യം എമർജൻസിയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആയിട്ട് ലിങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, സൂപ്പർ മാർക്കറ്റ് വരും, അതിൻ്റെ കൂടെ ഫുഡ് കോർട്ട് ഉണ്ടാവാം, അതുപോലെ അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റ് സ്ഥാപനങ്ങളും ഈ ഷോപ്പിനോട് കൂടി യോജിച്ച് ചെയ്യാവുന്ന രീതിയിൽ. കാരണം ഏതെങ്കിലും ഒരു കസ്റ്റമർ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കിട്ടാവുന്ന ഒരു രീതിയിലേക്ക് ആണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള എല്ലാ ഐറ്റംസും, കാരണം നമ്മൾ പല ഐറ്റംസും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഓഫർ ഡേ ആയിരിക്കും. അന്ന് എല്ലാ കാറ്റഗറിയും, പ്രത്യേകിച്ച് പച്ചക്കറി, അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ്. അതിനെല്ലാത്തിനും നമ്മൾ വാട്സാപ്പിൽ കൂടെ എല്ലാവരും ഇൻഫോം ചെയ്യും. ഇത് കൂടാണ്ട് എല്ലാ ദിവസവും മിനിമം ഒരു 25 തുടങ്ങി 50 ഐറ്റം വരെ ഓഫറിൽ ഓടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലടക്കം വാണിജ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ 1000-ഓളം തൊഴിലാളികളും ജോലി ചെയ്തു വരുന്നുണ്ട്. നമ്മളിപ്പോൾ അറിയാം, നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി ആണ് ഇപ്പോഴത്തെ ഫ്യൂച്ചർ. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഫോണിലാണ് കൺവീനിയൻസ്. നമുക്ക് ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങൾ ഇച്ചിരി കൂടി കൺവീനിയൻ്റ് ആക്കാനും ആൾക്കാർക്ക് ഷോപ്പിംഗ് ഇച്ചിരി ഈസി ആക്കാനും എല്ലാ ദിവസമുള്ള ഓഫേഴ്സും കാര്യങ്ങളും അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ, അത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ അതും നമ്മുടെ ഈ ഷോപ്പിംഗിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മൂലൻസ് ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ച് സാമൂഹ്യ സേവന രംഗത്തും തനതു വ്യക്തിത്വം നിലനിർത്തുന്ന ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു. പിന്നെ ചാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളൊരു 10-15 കിലോ വീട്, അതായത് വീടുകൾ പലയിടത്തായിട്ട് നമ്മൾ ഇത്ര നാളിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലൊരു 35ഓളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വയനാട് നമ്മൾ ഏകദേശം 10 ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട്. ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജോയ് മൂലൻ, ഡയറക്ടർമാരായ പ്രവീൺ മൂലൻ, ശ്രീജിത്ത് മൂലൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവരും ന്യൂസ് ബ്യൂറോ, പറവൂർ.